ഞാൻ ഓക്കെ. നിമിഷയുടെ അമ്മ പ്രേമകുമാരിയിലേക്ക് വരികയാണ്. ശ്രീമതി പ്രേമകുമാരി, പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മകളെ കഴിഞ്ഞ ദിവസം യമനിലെ ജയിലിൽ കാണാൻ സാധിച്ചത്. ആ ഒരു വികാരനിർഭരമായിട്ടുള്ള ആ ഒരു സംഭവം, മകളെ കണ്ട ആ ഒരു അനുഭവം അങ്ങൊന്ന് പങ്കുവെക്കാം. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലായി അങ്ങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക സംഘർഷം, മകള് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഒരു അന്യനാട്ടിൽ കഴിയുന്നു, ഒരു അനിശ്ചിതാവസ്ഥ. അപ്പോൾ മനസ്സിലൂടെ കടന്നുപോയ ആ ഒരു വിഷമങ്ങൾ, ആ ഒരു സങ്കടങ്ങൾ ഒന്ന് പങ്കുവെക്കാം ശ്രീമതി പ്രേമകുമാരി. ഞാൻ ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും ഞാൻ കടന്നുപോയത് പങ്കുവെച്ച് തീർക്കാൻ പറ്റിയതല്ല. ഓരോ പ്രഭാതം വരുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഇന്നത്തെ പത്രത്തില് ദൈവമേ അനുകൂലമായ വാർത്ത വരണം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മരണശിക്ഷ ഉറപ്പുവരുത്തിയ ശേഷം എന്റെ ദൈവമേ, എന്റെ മോളെ കാണാനായിട്ട് എനിക്കൊരു ദിവസം ഒരുക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു ഈ വർഷങ്ങളായി. നിങ്ങൾ എല്ലാവരുടെയും സേവ് നിമിഷ പ്രിയ ആക്ഷൻ കൗൺസിലിലെ എല്ലാ അംഗങ്ങളും ഓരോ രാജ്യങ്ങളിൽ കിടന്ന് ഓരോ നിമിഷങ്ങളിലും എന്റെ മകളുടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരങ്ങളുടെയും, ഇതാ എന്റെ അടുത്തിരുന്ന് എപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന, അതോടൊപ്പം എന്റെ മകളുടെ ജീവന് വേണ്ടി ഇത്ര വർഷങ്ങളായി കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഈ സാർ സാമുവൽ ബ്രദർ, ഈ സാറിന്റെ പ്രയത്നങ്ങളുടെയും മുമ്പില് ഇന്ന് ഞാൻ ഈ യമൻ രാജ്യത്ത് ഞാൻ കാലുകുത്തിയിട്ട് ഒരാഴ്ച വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഈ രാജ്യത്ത് എനിക്ക് കാലുകുത്താൻ കഴിയുമെന്ന്. ഞാൻ ഒരിക്കലും സ്വപ്നം കാണാൻ എനിക്ക് അർഹതയില്ല. ഈ രാജ്യത്തിനോട് മാപ്പ് പറയാൻ എനിക്ക് കഴിയുമോ എന്ന് ഞാൻ ദൈവത്തോട് മുറ വിളിച്ച ദിവസങ്ങളും വർഷങ്ങളുമാണ്. ഈ രാജ്യത്തിനോട് മാപ്പ് പറയാനും, നിങ്ങൾ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ എന്റെ മകളുടെ പേരിൽ ഒരു സഹോദരൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഈ ഹൃദയവുമായി ഞാൻ ആ സഹോദരന്റെ ബന്ധപ്പെട്ടവരുമായി മാപ്പ് ചോദിക്കാനുമായി ഞാൻ കാത്തിരിക്കുകയാണ്. ഇനിയും ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കത് സാധിച്ചു തരണമെന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് എന്റെ അപേക്ഷ. പറയുന്ന സഹോദരി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദീപമോള് എന്റെ മോള് നിമിഷപ്രിയനേക്കാളും സ്നേഹം എനിക്ക് തന്ന ഒരു മോളാണ്. എല്ലാവരും എനിക്ക് ധൈര്യം തന്നു, നിങ്ങൾ എല്ലാവരും എനിക്ക് ഇതിന്റെ മുമ്പും ധൈര്യം തന്നു, ഇനിയും എനിക്ക് വേണമെന്ന്. തീർച്ചയായും അങ്ങയുടെ ഒരു വിഷമം ഉൾക്കൊള്ളുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങയുടെ ഒപ്പമുണ്ട്. ഈ വർഷങ്ങളിലൊക്കെ അങ്ങ് ആഴത്തിൽ അടിയുറച്ചൊരു ദൈവ വിശ്വാസിയാണെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങയുടെ ആ ഒരു ദൈവ വിശ്വാസം, ദൈവത്തിലുള്ളൊരു ആശ്രയത്വം ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ അങ്ങേക്ക് ശക്തി നൽകി. ആ അനുഭവം ഒന്ന് പങ്കുവെക്കാം. ശ്രീമതി പ്രേമകുമാരി. എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാന്ന് അറിയാൻ പാടില്ല. ഇപ്പോഴും വരാത്ത ഓരോ ദിവസങ്ങളിലും ഒത്തിരി ദൈവത്തോട് വിളിച്ച് എങ്ങനെയാ പ്രാർത്ഥിക്കുന്ന അറിയാത്ത ഒരു വ്യക്തി ഞാൻ. എത്രയാണ് മുറ വിളിക്കുന്നത് അറിയില്ല. പ്രഭാതം വന്നാൽ തന്നെ പക്ഷെ വണ്ടി ഓടിച്ച് കോടതിയിൽ പോകുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഒരുങ്ങായിരിക്കും, അല്ലെങ്കിൽ കുളിമുറിയിലായിരിക്കും. ഞാനിതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ വിളിക്കും, മോളെ എന്തെങ്കിലും വല്ല പുതിയ കാര്യങ്ങൾ വല്ലതും അറിയാവോ എന്നും കേട്ട് ഞാൻ എന്റെ മോള് ദീപയെ വിളിക്കും. ഞാൻ എറണാകുളത്തെ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടില് എന്റെ മോനേക്കാൾ സ്നേഹമുള്ളൊരു ജോയി എന്ന മോനുണ്ട്. അവിടെ ജോയിയുടെ അമ്മ, എന്റെ അമ്മയെക്കാളും സ്നേഹം തന്നൊരു അമ്മ. അവരോട് ഞാൻ പറയും, ദീപമോള് വിളിച്ചിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ദീപമോൾക്ക് മെസ്സേജ് ഇട്ടിട്ടൊന്ന് വിവരം അറിയണം, അല്ലെങ്കിൽ സംഘടനയിൽ സാമ്പൽ സാറ് എങ്ങനെ പെട്ടെന്ന് ഓരോരുത്തരോടും ഞാൻ അവനോട് ആവശ്യപ്പെടും. അവൻ പറ്റാവുന്ന അവിടെ മെസ്സേജ് ഇട്ട് വിവരങ്ങൾ അറിയിക്കും എന്നെ.
അത്രയും മനോദുഃഖം അനുഭവിച്ചിരിക്കുന്നത് അവർക്കാണ് കൂടുതൽ എന്നെ പറ്റി അറിയുക. കാരണം ഞാൻ ഫുൾ ടൈം ആ വീട്ടിലാണ്. എന്റെ വിഷമങ്ങളും വേദനകളും അറിയുന്ന അമ്മ ആ നിമിഷം പറയും, എന്നെ മേരി എന്നാണ് അവിടെ വിളിക്കുന്ന പേര്. പക്ഷെ മേരിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, നീ അവരുമായിട്ട് ബാബു സാറിനോടോ ദീപമോളിനോടോ വിളിച്ച് ചോദിച്ചിട്ടൊന്ന് സമാധാനം പറഞ്ഞു കൊടുക്കാവോ എന്ന് പറയും. ജോയ്മോന്റെ അമ്മ എപ്പോഴും എന്റെ കൂടെ ഇന്നും ഇപ്പോഴും നിമിഷപ്രിയടെയും എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരമ്മ. രാജ്യത്ത് ആ അമ്മ മാത്രമേ ഉള്ളൂ, ആ മോനും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന എല്ലാവരോടും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഞാനൊരു ജോലിക്ക് നിൽക്കുന്ന വീടാണെന്ന് ഓർക്കണം. ജോലിക്ക് നിൽക്കുന്ന പോലെയോ ഒരു ജോലിക്കാരി എന്നതുപോലെയോ അല്ല അവർ എന്നോട് ഇന്നേ വരെ പെരുമാറിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന സാറിനെ എത്രയും വട്ടം വിളിക്കാനും മെസ്സേജ് ഇടാനും ചോദിക്കാനും സാർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ആ മോൻ അതിന് വേണ്ടത് സംസാരിച്ച് എനിക്ക് വിവരം തരും. സാർ ശരിക്കും പറഞ്ഞ വർഷമാകാറായി നിമിഷയ്ക്ക് വേണ്ടി നാട്ടിൽ വന്നിട്ട് ദീപ മോളും സാറുമായിട്ട് എന്നെ ഇവിടെ എത്തിക്കാനായിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്ത വ്യക്തികളാണെന്നും എനിക്ക് തന്ന സ്നേഹങ്ങൾ എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കാൻ എന്നറിയില്ല. അതിനോടൊപ്പം ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് ഈ യമൻ സന പറഞ്ഞ രാജ്യത്ത് ജയിലിൽ എന്റെ മകൾ കഴിഞ്ഞു വരുന്നത്. ജയിലിൽ പോയി കണ്ട ഒരു കാഴ്ചയും കൂടി ഞാൻ ഇപ്പൊ ഈ നിമിഷം പങ്കുവയ്ക്കാം. പ്രത്യേകിച്ച് സന, ഈ യമൻ രാജ്യത്തെ ഭാഷ എനിക്കറിയില്ല, മക്കൾ പറഞ്ഞിട്ട് പോലും അത്ര ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ ജയിലിലേക്ക് ബ്രദർ സാറുമായിട്ടും എംബസിയിലെ ഒരു പെങ്കൊച്ചും ഒരു സഹോദരനും ഇങ്ങനെ ഞാനും ചേർന്ന് 4 പേരും കൂടി സാറിന്റെ കാറുമായിട്ട് ഞങ്ങൾ ചെല്ലുന്നു. ഉച്ച സമയം 12 മണിന് മുമ്പായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുന്നു. മെയിൻ ഗേറ്റിന്റെ അവിടെ ഞങ്ങൾ പോകുന്നു. ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന അവിടുത്തെ എല്ലാ സഹോദരങ്ങളും ഞങ്ങളോട് അനുകൂലമായി പറയുന്നോ പ്രതികൂലമായി പറയുന്നോ എനിക്ക് ആ ഭാഷ അറിയാത്തതുകൊണ്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്റെ മോളെ അവിടുത്തെ സംസാരങ്ങൾ ഇവരൊക്കെ ആയിട്ട് ഫോൺ ബാഗ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ലാതെ ഞങ്ങളോട് മേടിക്കുക, സാർമാരിന്റെ ഫോൺ മേടിക്കുക. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത്, ഞാൻ എന്റെ മനസ്സിനുള്ളിൽ വിചാരിക്കുന്നത്, എനിക്ക് എന്റെ മോളെ ഇന്നും കാണിച്ചു തരില്ല ദൈവമേ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം വന്ന് ഞാൻ അങ്ങനെ പൊട്ടിപ്പോവുകയാണ്. ഞാൻ എത്ര ആൾക്കാരുടെ പ്രയത്നങ്ങളും ദൈവത്തോട് എന്തോരം മുറ വിളിച്ചിട്ടാണ് ഞാൻ ഈ യമൻ രാജ്യത്ത് കാലുകുത്തുന്നത്. എനിക്ക് എന്റെ നിമിഷയെ കാണാൻ ദൈവമേ എന്ന് ഞാൻ മുറ വിളിച്ച് നിൽക്കുമ്പോൾ കുറച്ച് സഹോദരന്മാര് ആ ജയിലിന്റെ ഉള്ളിൽ നിന്ന് വരുന്നു. അവർ കൈ കാണിക്കുന്നു. ആ എംബസിയിലുള്ള സഹോദരി എന്റെ കൂടെയുണ്ട്, അവൾ എന്നെയും കൈപ്പിടിച്ച് കൂട്ടി ആ ഉച്ചവെയിലത്ത് അങ്ങോട്ട് നടക്കുക. ഉച്ചവെയിലത്ത് അങ്ങോട്ട് കടന്ന് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോ സാറും എംബസിയിലെ സാറും അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ഞങ്ങളെ അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകുന്നു. പക്ഷെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അവിടെ കുറച്ച് വണ്ടികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ആ വണ്ടിക്കകത്തും അവിടെ പുറത്തും കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരും ആ സഹോദരിക്ക് ഭാഷ അറിയാവുന്നതുകൊണ്ട് ആ സഹോദരിയും ആ സഹോദരന്മാരുമായിട്ടും കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് എന്റെ ഉള്ളിൽ പേടി മാത്രമല്ല, ഞാൻ ഭയങ്കര കരച്ചിലുമാണ്. എന്റെ ദീപമോളെ പ്രത്യേകം പറയുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോ കരയരുത് അമ്മേ എന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ. സഹിക്കാൻ പറ്റിയില്ല. ഭാഷ അറിയാത്തത് കൊണ്ട് എനിക്ക് എന്തോ എന്റെ മോളെ കാണാൻ കിട്ടില്ല എന്നുള്ളത് ഞാൻ പൊട്ടിപ്പോവുകയാണ്. പക്ഷെ ആ സഹോദരൻ എന്നോട് കൈ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, അവിടുത്തെ മെയിൻ ഓഫീസർമാരാണെന്ന് തോന്നുന്നേ, അവര് കൈ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു നിമിഷപ്രിയ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൈ നെഞ്ചത്ത് വെച്ച് ഞാൻ പറഞ്ഞു, മൈ ബേബി നിമിഷ എന്ന് പറഞ്ഞു. പറഞ്ഞത് തിരിയാത്ത രീതിയിൽ ഞാൻ കരയുന്നുണ്ട്. പിന്നെ ആ സഹോദരന്മാരാരൊന്നും പറഞ്ഞില്ല. ഞങ്ങളെ തണലിലേക്ക് വിളിച്ചു. പിന്നെ സാർമാര് പോയി അവരുടെ നിയമങ്ങളും കാര്യങ്ങളും പേപ്പറുകളും എല്ലാം ശരിയാക്കി വരുന്നവരെ ഞങ്ങൾ അവിടെ തണലിൽ നിൽക്കുകയായിരുന്നു. ആ സഹോദരി എന്റെ അടുത്ത് തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. തിരിച്ചു ഞങ്ങളെ 4 പേരെയും അവർ കൊണ്ടുപോയി ഓഫീസിലേക്ക് അകത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. മെയിൻ ഓഫീസിൽ ചെന്ന് കസേര വലിച്ചിട്ട് തന്നിരിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് ഇരിക്കാനൊട്ട് കഴിയുന്നില്ലെങ്കിലും ഞാൻ കസേരയിലിരുന്നു. ആ മോൾ എന്റെ അടുത്തും ഇരുന്നു. എംബസിയിൽ നിന്ന് വന്ന മോള്, പോലീസ് ഒക്കെ കറുപ്പ് ഉടുപ്പിട്ട് കടന്നു വരുന്നുണ്ട്. അവര് പോലീസുകാരികളാണെന്ന് പിന്നീടാണ് നിമിഷ എന്നോട് പറഞ്ഞത്. നിമിഷന്റെ കൂടെയുള്ള അമ്മമാരാണ്
നിമിഷയുടെ അമ്മമാര്, നിമിഷയ്ക്ക് അമ്മയുടെ സ്നേഹം കൊടുക്കുന്ന അവരാണ്. അവര് കയറി വന്നു, നിമിഷനെയും കൂടെ കൊണ്ടുവന്നു. അവരെ പോലെ തന്നെ ഒരു സഹോദരിയായിട്ട് നിമിഷ കയറി വരിക. എന്റെ നടത്തയിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് അത് എന്റെ മോളാണല്ലോ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പൊട്ടി പൊട്ടി പോവുക. അപ്പോൾ ഞാൻ ഓർക്കുന്നത് എന്റെ ദൈവമോട് പറഞ്ഞത് എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ എണീറ്റു. അവര് 3 പേരങ്ങനെ കയറി വരുമ്പോ തന്നെ ഞാൻ പെട്ടെന്ന് എണീറ്റു. എനിക്ക് പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. എണീറ്റപ്പോ ഇവള് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. നിമിഷ, വർഷങ്ങളായി, ഞാൻ എത്ര വർഷങ്ങൾ, 10-12 വർഷങ്ങളായിട്ട് ഞാൻ അവളെ നേരിൽ കാണാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവള് വന്ന് കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ പറഞ്ഞ സൗണ്ട് വരാത്ത രീതിയിൽ ഞാൻ എന്റെ മോളെ എനിക്ക് കാണാൻ കിട്ടാൻ കഴിയില്ല വിചാരിച്ചു. നമുക്കറിയരുത്, എല്ലാ കാര്യങ്ങളും ശരിയാവുന്നാണ് അവൾ എന്നെ സമാധാനിച്ചത്. പറയാൻ കിട്ടുന്നില്ല. പൊട്ടി ഞാൻ കരയായിരുന്നു, സാർമാരും ആ സഹോദരിമാരും എല്ലാം. പക്ഷെ അവളുടെ അമ്മമാര്, അവളെ സംരക്ഷിക്കുന്ന അമ്മമാര് എന്നെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തി ഇരിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാണ് അവിടെ. അത് കഴിയുമ്പോൾ കുറച്ച് സമയങ്ങളിൽ അവരവിടെ ഉണ്ടായി. എല്ലാവരും ഇരുന്നു. എന്നെ അമ്മനെയും കൊണ്ട് അവളോട് ചെല്ലാൻ പറഞ്ഞപ്പോ എന്നെയും കൂട്ടി അവള് ഈ ജയിലിലുള്ള ഓഫീസ് മുറിയിലേക്ക് കൊണ്ടുപോയി. ഓഫീസ് മുറിയിൽ കൊണ്ടുപോകുമ്പോ അവൾ നിമിഷയുടെ അമ്മമാരെന്ന് പറയുന്ന ആ അമ്മമാരുടെ സ്വീകരണം എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വലിയ സ്വീകരണമായിരുന്നു. അവരുടെ കിടപ്പ് മുറിയും ഓഫീസ് മുറിയും ആയ ആ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരിക്കാൻ വേറെ, എനിക്ക് താഴെ ഇരിക്കാൻ കഴിയില്ലെന്നോർത്ത് അവരുടെ കിടക്കകളും മെത്തകളും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് എന്നെ ഇരിക്കാനും കിടക്കാനും, അമ്മയ്ക്ക് ചായ, ജ്യൂസ്, കേക്ക്, പിന്നെ ഇനി എന്തൊക്കെ വേണം കൊണ്ടുവന്ന് ഓരോരുത്തർ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ ഒറ്റതയുള്ള നിമിഷനെ കണ്ടതോടെ എന്റെ എല്ലാ ദാഹവും മറ്റും എല്ലാം ആയി. പക്ഷെ നിമിഷ ആ ഉടുപ്പ് മാറ്റി വന്നു. സാർമാര് ഭക്ഷണം മേടിക്കാനായിട്ട് തിരിച്ചു പോയി. ഞാൻ കണ്ടില്ല. അവര് 3 പേരും പോയി. എന്നെ മാത്രമാണ് നിമിഷയ്ക്ക് കൊടുത്തോളൂ. നിമിഷ എന്നെയും കൊണ്ടാണ് ഈ ഓഫീസ് മുറിയിലേക്ക് പോയത്. പക്ഷെ ഭക്ഷണം കൊണ്ടുവന്നു തരുന്നവരെയും ഏകദേശം 12-1 മണിയൊക്കെ ആകുമ്പോ അവിടെ ചെന്നാൽ എനിക്ക് പിരിയാനായിരുന്നു. ഏകദേശം 4 മണിയൊക്കെ ആകും തോന്നുന്നു. എന്നിട്ടും അവരെന്നെ വിടാൻ തീരുമാനമില്ല. അമ്മ അവിടെ ഇരുന്നോട്ടെ എന്നുള്ളതിലായിരുന്നു അവരെല്ലാവരും. അത്രയും സ്വീകരണമായിരുന്നു എനിക്ക് ആ ജയിലിൽ തന്നത്. ജയിലായിട്ട് എനിക്ക് പറയാൻ ഒരിക്കലും പറ്റൂല. നിമിഷ താമസിക്കുന്ന വീട്, നിമിഷയുടെ, എന്നെ കൂടാതെ നിമിഷയ്ക്ക് സ്നേഹമുള്ള അമ്മമാര്, സ്നേഹമുള്ള സഹോദരികള്, സ്നേഹമുള്ള കുഞ്ഞു മക്കള്, നിമിഷ എടുത്തുന്ന മക്കള്, ഒത്തിരി മക്കൾ അവിടെയുണ്ട്. അവരുടെയൊക്കെ സ്നേഹം. നിമിഷ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് കാറ് വന്നു. സാറുമാര് അമ്മനെ വിളിക്കാൻ വന്നു എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോ എല്ലാവരും ഇട്ട് ഒച്ചയും ബഹളവുമായിട്ട് കരച്ചിലാ. നിമിഷനെ ഞാൻ കൊണ്ടുപോകണോ എന്നുള്ള പേടി. അങ്ങനെയാണ് അവിടുത്തെ സ്വീകരണം ഉണ്ടായത്. ഞാൻ തന്നെ മാത്രം പറഞ്ഞു എന്റെ സമയം കളഞ്ഞില്ല. ദൈവത്തിന് എനിക്ക് ഇത്ര ജീവിതത്തിൽ പോകണം. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രീമതി പ്രേമകുമാരി, പ്രത്യേകിച്ച് നിമിഷയുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ഈ ഒരു ഘട്ടത്തിൽ? പ്രത്യേകിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയാണ്, സ്വന്തം അമ്മേനെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. നിമിഷ പങ്കുവെച്ച ഒരു കാര്യം എന്താണ്? ഒരു മാനസികമായിട്ട് നിമിഷയുടെ ഒരു ശക്തി, ആ ഒരു ആത്മവിശ്വാസം, ഒരു ഭാവിയെക്കുറിച്ചുള്ള ശുഭ പ്രതീക്ഷ എത്രത്തോളമുണ്ട് ശ്രീമതി പ്രേമകുമാരി? നിമിഷ, കൂടുതൽ നിമിഷയോട് ഞാൻ ചോദിച്ചൊന്നുമില്ല. പക്ഷെ നിമിഷ ഇപ്പോൾ എന്റെ കാഴ്ചപ്പാടിൽ സന്തോഷവതിയായിട്ടിരിക്കുന്നു. നിമിഷ അമ്മ കരയരുത്, അമ്മ ഭക്ഷണം കഴിക്കണം, അമ്മ ഇത്രയും ക്ഷീണിച്ചു പോയി എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്കാണ് നിമിഷ പോകുന്നത്. അമ്മ മരുന്നുകൾ സമയത്തിന് കഴിക്കണം. അമ്മയ്ക്ക് എന്തൊക്കെ അസുഖങ്ങളാണ്. അമ്മന്റെ കൈയും കാലും ഒക്കെ പിടിച്ച് അവള് പരിശോധിക്കുന്ന ഒരു പരിപാടിയാണ്. വല്ല മരുന്ന് ഇപ്പൊ വേണോ, അമ്മയ്ക്ക് വല്ല ബുദ്ധിമുട്ട്, തലവേദനയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവള് ചെയ്യുന്നത്. പക്ഷെ അവള് സന്തോഷവതിയാണ്. അവൾക്ക് ഒരു പ്രയാസവും മുഖത്തില്ല. പക്ഷെ അമ്മ അവൾക്ക് വേണ്ടി ഇങ്ങനെ നീറി ഇത്രയും ക്ഷീണിച്ചു പോയി എന്ന് അവൾ ആദ്യം കണ്ട ഒരിത് അവൾ പങ്കുവയ്ക്കുകയുണ്ടായി. എങ്കിലും അമ്മയ്ക്ക് ശക്തിയുണ്ട്. അമ്മയ്ക്ക് ഭക്ഷണം വേണ്ട, അമ്മയ്ക്ക് ഒന്നും തന്നെ വേണ്ട. കണ്ടതോടെ അമ്മ ആരോഗ്യവതിയാണെന്ന് ഞാൻ സമാധാനം പറഞ്ഞു. സാറുമാര് ഭക്ഷണം കൊണ്ടുവന്നു. പക്ഷെ അവള് പ്ലേറ്റ് എടുത്തിട്ട് വന്ന് ഭക്ഷണം എടുത്ത് എനിക്ക് കോരി തരാനായിട്ട് അവള് സ്പൂൺ എടുത്ത് തരുവാണ്. പക്ഷെ എന്റെ വിശപ്പ് മാറി. എന്റെ മോളെ നീ കഴിക്കുകയെന്ന് ഞാനും
അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങളുടെ വിശപ്പ് ദാഹം മാറി. അവളും കഴിക്കുന്നില്ല, അവൾക്ക് ആ കുഞ്ഞു മക്കൾക്ക് കൊടുക്കണം എന്നുള്ള മനസ്സാണ് നിമിഷയുടെ മനസ്സെന്ന് ആ നിമിഷം ഞാൻ മനസ്സിലാക്കി. അവൾ ആ പൊതി അഴിച്ച് എടുത്ത ചോറ് വളരെ 2-3 സ്പൂണേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേർക്കും ഇത് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ സ്നേഹം പങ്കുവെച്ചത്. പക്ഷേ ആ മക്കൾക്ക് കൊടുക്കണം എന്നുള്ള മനസ്സും അവളുടെ കൂടെയുള്ള അമ്മമാർക്ക് ഇത് പങ്കുവെക്കണമെന്നും പങ്കുവെക്കാതെ അവൾക്ക് കഴിക്കാനുള്ള ഓക്കെ മനസ്സുണ്ടായില്ല. ഓക്കെ അത്രയും ബന്ധം അവിടെ. ഒരു കാര്യം കൂടി ശ്രീമതി പ്രേമകുമാരി, അവസാനത്തെ ഒരു ചോദ്യം, പ്രത്യേകിച്ച് നിമിഷയുടെ ഒരു ആഴത്തിലുള്ള ഒരു ദൈവവിശ്വാസം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ചു നിൽക്കുവാൻ നിമിഷയ്ക്ക് എത്രത്തോളം ഒരു ശക്തി പകരുന്നുണ്ട്? അത്തരം കാര്യങ്ങൾ നിമിഷയെ കണ്ടപ്പോൾ ചർച്ചയായിരുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പങ്കുവച്ചിരുന്നോ? തീർച്ചയായിട്ടും അവൾ പങ്കുവെച്ചു. അവള് ക്ലിനിക്ക് എന്ന് എന്റെ മോൻ പറഞ്ഞുവല്ലോ. പക്ഷെ ക്ലിനിക്കിൽ ആയിരിക്കുമ്പോഴും വേറൊരു ആശുപത്രി ജോലി ചെയ്യുമ്പോഴും ഇവിടെ നാട്ടിൽ അവള് ജോലി ചെയ്യുമ്പോഴും അവള് പ്രാർത്ഥന ചൊല്ലിട്ടേ ഒരു രോഗിയുടെ അടുത്തോ ഒരു അമ്മമാരുടെ അടുത്തോ പോകാറുള്ളൂ. അത് എന്നോട് പല പ്രാവശ്യം പങ്കുവെച്ചിട്ടുണ്ട്, കല്യാണം കഴിയുന്നതിന് മുമ്പും ഒക്കെ. പക്ഷെ ഇപ്പൊ അവള് ജയിലിലും ഈ അവിടെയുള്ള സഹോദരികൾക്കൊക്കെ അവളൊരു സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുഞ്ഞുമക്കള് ഗർഭിണിയായിട്ട് വരുന്നവര് പല കഞ്ചാവും കാര്യങ്ങളിലൊക്കെ പിടിക്കപ്പെട്ട് വരുന്ന സഹോദരികൾ, സുന്ദരികളായ മക്കള്, നിമിഷനെ പോലെയോ നമ്മളെ പോലെയല്ല, നല്ല സുന്ദരികളായ മക്കളാണ്. എനിക്ക് കണ്ടിട്ട് കൊതിയായി പോയി. ഞാൻ കൊതി പറയും ചെയ്തതാ. എന്റെ പൊന്നു മക്കളെന്ന് കേട്ട് ഞാൻ എല്ലാവരെയും കെട്ടിപ്പിടിച്ചതാ. പക്ഷേ ആ മക്കളെയൊക്കെ ഇവളുടെ മക്കളെ പോലെ മരുന്ന്, തലവേദന, ഇവളെ കാണുമ്പോ അവർക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ട്. അതിന് വേണ്ടവളെല്ലാം ഇവളവിടെ എത്രയും ദയുള്ള മാതാവ് എന്ന് വേളാങ്കണ്ണി മാതാവിന്റെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഓരോരുത്തർക്കും ഞാൻ ശുശ്രൂഷ ചെയ്യണ അമ്മേ എന്ന് എന്നോട് അവള് പറഞ്ഞു. ആ പ്രാർത്ഥന ചൊല്ലിയിട്ടൊക്കെ വയറുവേദന, ചില ഗർഭിണികളായിരിക്കും, അവർക്ക് വേണ്ട എല്ലാം അവള് ഈ ക്ലിനിക്ക് അതിനകത്തൊന്നുണ്ട്. അതിൽ ഇവള് ചെയ്യുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളാണ്. വേളാങ്കണ്ണി മാതാവിന്റെ പ്രാർത്ഥന ചൊല്ലി എത്രയും ദയുള്ള മാതാവിനെ ചൊല്ലിക്കഴിയുമ്പോഴേക്ക് എനിക്ക് അനുഭവമുള്ളതെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഓക്കെ അവൾ എനിക്ക് ധൈര്യം പറഞ്ഞു തന്നു. അമ്മ പ്രാർത്ഥിക്കണം, അമ്മ ക്ഷീണിക്കരുത്, അമ്മ ധൈര്യം വിടരുത്, എന്റെ കാര്യങ്ങളെല്ലാം ശരിയാകും, എന്റെ ദൈവം എന്നെ ഒരിക്കലും ഇവിടെ കൈവിടില്ല, അമ്മയുടെ കൂടെ, ഞാൻ അമ്മയുടെ കൂടെ വരും. ഞാനും അമ്മയും ഒരുമിച്ച് സാമുവൽ സാറും കൂടിയാണ് ഇനി നാട്ടിൽ പോണത്. എന്റെ കൊച്ച്, എന്റെ കുടുംബം എന്ന് അവൾ എന്നോട് പറഞ്ഞു. വേളാങ്കണ്ണി മാതാവിന്റെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഓരോ ദിവസങ്ങളിലും ഉറക്കം വരാത്ത നിമിഷങ്ങളിൽ ക്ലിനിക്കിൽ വന്നിരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞ് എന്റെ സങ്കടം ഞാൻ തീർക്കും, മാതാവിന്റെ ഞാൻ പ്രാർത്ഥന ചെല്ലും എന്ന് തീർച്ചയായും പ്രിയപ്പെട്ട അമ്മ. ഒത്തിരി ഉണ്ട്. Yes, കാര്യങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ മണിക്കൂറുകൾ പങ്കുവെച്ചതാണ് ഇപ്പോൾ. തീർച്ചയായും തീർച്ചയായും സോറി. തീർച്ചയായും അമ്മയുടെ ആ ഒരു കണ്ണീര് ദൈവം തീർച്ചയായിട്ടും കാണും. ഈ ഒരു സഹനങ്ങൾ തീർച്ചയായിട്ടും ഒരു കൃപകളാക്കി ദൈവം മാറ്റും എന്ന് തന്നെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് നിമിഷയെ സംബന്ധിച്ചൊരു ശുഭവാർത്ത അമ്മയ്ക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.